കർത്താവിൻ്റെ നിശ്ചിത നാമത്തിൽ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. വീണ്ടും ഹയർ കൈൻഡ് ഓഫ് ലൈഫ് എന്ന പഠനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചത് തുടർമാനമായിട്ട് ചിന്തിക്കാനാണ് ഈ സന്ധ്യയിലും ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോമിസ്, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനും വന്നിരിക്കുന്നു. യേശു നൽകിയ ആ ജീവൻ നമ്മൾ നിത്യജീവൻ എന്ന് വിളിക്കുന്നു. അത് ഗ്രീക്ക് ഭാഷയിൽ അത് സോയെ ലൈഫ് എന്നാണ് പറയുന്നത്. സോയ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹയർ കൈൻഡ് ഓഫ് ലൈഫ്, ഇറ്റ്സ് എ ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫ്. ദൈവസംബന്ധമായ ദൈവത്തിൻ്റെ അതേ നേച്ചർ. ആ നേച്ചറിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് മറ്റൊരു ജീവിതത്തെയാണ് നമ്മൾ പരിചയപ്പെട്ട് പഠിക്കുന്നത്. മനുഷ്യജാതിയെ മുറ്റുമായി ബാധിച്ച ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മതം അതിനെ പിശാചെന്നും ആഭിചാരമെന്നും സാത്താനെന്നും പോരാട്ടമെന്നും ഇരുട്ടെന്നും ഒക്കെയുള്ള പദങ്ങളിൽ അഭിസംബോധന ചെയ്ത് ഒരർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഈ ഉയർന്ന ജീവിതം, അതായത് ദൈവ സ്വഭാവ സവിശേഷതയോടുകൂടിയ ഗോഡ് കൈൻഡ് ഓഫ് ലൈഫിൽ നമ്മൾ പോകാൻ കഴിയാതെ വണ്ണം നമ്മളെ തടഞ്ഞു നിർത്തുന്നതായ ഏറ്റവും വലിയൊരു ശത്രുവിനെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. ആ ശത്രുവിനെ പൊതുവായിട്ട് മതങ്ങളും ഇവിടുത്തെ സഭകളൊന്നും അങ്ങനെ അങ്ങോട്ട് ഡീൽ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മറ്റിതര സമൂഹങ്ങൾ അതിനെ കൃത്യമായ നിലയിൽ അവലോകനം ചെയ്യുകയും പഠിക്കുകയും അതിന് ജയിക്കുവാനുള്ളതായ നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിൽ വളരെ പ്രാബല്യത്തോടെ ഉണ്ട് എന്ന കാര്യങ്ങൾ മറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞത് ഈ നന്മ തിന്മയുടെ വൃക്ഷഫലം എന്താണ്, ജീവന്റെ വൃക്ഷഫലം എന്താണ്. നന്മ തിന്മയുടെ വൃക്ഷഫലം അതൊരു ഫ്രൂട്ടാണ്. നമ്മൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. അത് ആപ്പിളെന്ന് പറയുന്നവരുണ്ട്, അത് അത്തിമരമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ നന്നായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ പൊതുനിയമത്തിൽ ജീവവൃക്ഷത്തെ നമ്മൾ പഠിക്കുമ്പോൾ ജീവവൃക്ഷം ക്രിസ്തുവിന്റെ ഒരു ചിത്രമായിട്ട് ഏതരിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവന്റെ ഫലം നമുക്ക് അവിടെ കാണാൻ പറ്റും. നിത്യജീവൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിത്യജീവനെ നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവിനെ അറിയുന്ന അറിവാണ്. അവൻ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന, ബ്ലഡിൽ ഒഴുകുന്ന ഒരു സ്പന്ദനമല്ല, ഒരു ജീവൻ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ലൈഫ് ഈസ് നോളജ് അബൌട്ട് ഗാഡ്. ഇന്റിമേറ്റ് നോളജ് അബൌട്ട് ഗാഡ് ഈസ് എറ്റേണൽ ലൈഫ്. ഇഫ് എറ്റേണൽ ലൈഫ് ഈസ് ഇന്റിമേറ്റ് knowledge about the Father God, then the fruit of good and evil is also a knowledge. ഇത് രണ്ടും അറിവ് തന്നെയാണ്. ഒരറിവ് മരണകാരണമായി മാറുന്നു, മറ്റൊരറിവ് നിത്യജീവനായി മാറുന്നു. ഇത് രണ്ടും ഒരു റിലേഷൻഷിപ്പാണ്. ഈ നിത്യജീവൻ എന്നത് പിതാവുമായുള്ള ബന്ധമാണെങ്കിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം മറ്റേ ഒരു
വേറെ എന്തോ ഒന്നുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറയുകയുണ്ടായി, ദ ഫോർബിഡൻ ഫ്രൂട്ട് is nothing but the ego. Is a mind science. I'm just talking about is a biblical term. കാരണം ബൈബിളിനകത്തുള്ള തന്നെ ചില കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ആ തോട്ടത്തിന്റെ നടുവിൽ ദൈവം ഒരു വലിയ മരം കൊണ്ട് നട്ടു, അതിനകത്ത് കുറച്ച് പഴങ്ങൾ ഇങ്ങനെ വന്നു, ആ പഴം അത് ഒരു അലിഗോറിയാണ്. അതായത് അവിടെ വാസ്തവത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഹംബോധം, സ്വയമായിട്ട് നിൽക്കാൻ ഇൻഡിപെൻഡൻസി, ദൈവത്തെ കൂടാതെ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള നല്ലതും തീയതും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു ആ ഫ്രീ വില്ലിനെ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത ഫ്രീ വില്ലിനെ ഉപയോഗിച്ച് അവർ ചൂസ് ചെയ്ത ഒരു മണ്ഡലം മനുഷ്യജാതിയെ മുഴുവൻ ബാധിച്ച പാപമാണ്. പ്രപഞ്ചത്തെ മുഴുവൻ മൂടി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. സോ അതുകൊണ്ട് നാം ഈഗോയിലേക്ക് വീണ്ടും പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് ഞാൻ കർത്താവിന്റെ തിരുനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ഈഗോ എന്ന് പറയുന്നതിന് 3 പ്രധാന പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, നമ്പർ 1, ഈഗോ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി, ഫാൾസ് ഐഡന്റിറ്റിയാണ്. ഫാൾസ് ഐഡന്റിറ്റി. രണ്ടാമത്, ഈഗോ നൽകുന്നത് സെൽഫ് പ്രിസർവേഷൻ. സെൽഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് രക്ഷപ്പെടാനുള്ള വഴി പറയുന്നു. മൂന്നാമത്, ഗിൽറ്റ് ആൻഡ് ബ്ലെയിം. ഞാൻ പറഞ്ഞത് മറ്റൊരാളെ ഫോക്കസ് ചെയ്ത് ഗിൽറ്റ് ആൻഡ് ബ്ലെയിം, ഇത് ഈഗോയുടെ 3ാമത്തെ പ്രത്യേകതയാണ്. 4ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് കൺട്രോൾ. ഓക്കെ, 1 ഫാൾസ് ഐഡന്റിറ്റി, 2 സെൽഫ് പ്രിസർവേഷൻ, 3 ഗിൽറ്റ് ആൻഡ് ബ്ലെയിം, 4 കൺട്രോൾ. ഈ 4 കാര്യമാണ് ഈഗോ ചെയ്യുന്നത്. ഇത് 4 വരുന്നത് ഈഗോയിൽ നിന്നാണ്. ഈഗോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ട്രൂ ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കാതെ അതിന് മുമ്പ് നിൽക്കുന്ന ഒരു ഏജന്റാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള ബഹുഭൂരിപക്ഷ ആളുകളും ജീവിക്കുന്നത് ട്രൂ ഐഡന്റിറ്റിയിലല്ല, ഐഡന്റിറ്റി ക്രൈസിസിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ നിൽക്കുന്നത് ദൈവം നമുക്ക് തന്ന ഐഡന്റിറ്റിക്ക് പകരം നമ്മുടെ സർവൈവലിന് വേണ്ടിയും നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ ഇവല്യൂഷണറി ചേഞ്ചസ്, നമ്മുടെ ലൈഫിനകത്ത് വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ചില ആളുകൾ അവരുടെ ട്രൂ ഐഡന്റിറ്റി അവരുടെ കൂട്ടുകാരോട് വെളിപ്പെടുത്തത്തില്ല, കാരണം അത് ഇൻഫീരിയർ ആയിട്ട് തോന്നും. അവരുടെ ഇൻഫീരിയോറിറ്റി കാരണം വലിയ സമ്പന്നരായ ആളുകളുടെ നടുവിൽ താമസിക്കുന്ന ഒരു ദരിദ്രൻ ഒരിക്കലും താൻ ഒരു ദരിദ്രനാണെന്ന് അവരോട് പറയത്തില്ല. പക്ഷെ അദ്ദേഹം ഒരു സമ്പന്നനെ പോലെ അഭിനയിക്കും. അത് അവരുടെ ഇൻഫീരിയോറിറ്റിയാണ്. അവരുടെ അകത്തെ ട്രൂ ഐഡന്റിറ്റിയെ അവർക്ക് മനസ്സിലാക്കാതെ അവരെ മറ്റുള്ളവരുടെ മുമ്പ് വലിയ ആളായിട്ട് കാണിക്കാൻ വേണ്ടി അവരുടെ ഈഗോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാൾസ് മാസ്ക് ആണ്. മിക്കവാറുള്ള എല്ലാ ആളുകളുടെയും മുഖത്തിൽ മാസ്ക് ഉണ്ട്. അതൊരു വലിയ പരാജയമാണ്, അതൊരു തോൽവിയാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. സോ ഞാൻ ഇത് പറഞ്ഞു വരുന്നതിന്റെ കാരണം, നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈഗോയാണ്. ഇത് ഞാൻ തിരുവഴുത്തിന്റെ ബേസിൽ തന്നെയാണ് തെളിയിക്കുന്നത്. ആദ്യമായിട്ട് അവിടെ വന്ന കാര്യം ഐഡന്റിറ്റിയാണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, അവിടെ പാമ്പ് എന്നൊരു കഥാപാത്രം നിന്ന് സ്ത്രീയോട് പറയുന്നുണ്ട്, നീ ഇത് തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെയാകും. അപ്പൊ ദൈവത്തെ പോലെ ആകും എന്നൊക്കെ പറയുന്ന ഒരു തെറ്റായ ചിത്രമൊന്നുമല്ല, നല്ലൊരു കാര്യമല്ല ദൈവത്തെ പോലെ ആകുക എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞത് ആരോടാണ് അറിയുന്നത്? ദൈവം തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ആത്മാവിനാൽ സൃഷ്ടിച്ച മനുഷ്യൻ. ദൈവം തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പറയുക, ആ മനുഷ്യന്റെ ഉള്ളിലെ ഒരു ഫാൾസ്, പുറത്തു നിന്ന് വന്ന ഒരു, അതായത് അകത്ത് അവര് ദൈവത്തിന് തുല്യരാണ്,
അകത്തവർ ദൈവത്തെ പോലെയാണ്. പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരു പ്രലോഭനം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, ഒരു തോട്ട്സ്, ഒരു ചിന്തകൾ, കുറെ ചിന്തകൾ അവർക്ക് അവർ പറയുകയാണ് ഞങ്ങൾ കഴിച്ച ദൈവത്തെ പോലെ ആകും. അത് ആക്ച്വലി അവരെ എവിടെയായിട്ട് നടത്തി നോക്കി, ഒരു ഫോമേഴ്സ് തെറ്റായ ഒരു ഐഡിയയിലേക്കാണ് നടത്തിയത്. തെറ്റായ ഐഡിയയിലേക്ക് നടത്തി. ഇന്നും അവർക്ക് അതുകൊണ്ടില്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ദാരിദ്ര്യമാണോ? സമ്പത്തില്ലാത്തതാണോ? കഴിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രമില്ലാത്തതാണോ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം? മനുഷ്യജാതി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവൻ ആരാണെന്നുള്ള ബോധം. മനുഷ്യരുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം, they do not know who they are. They do not know who they are. അപ്പൊ ഗോസ്പൽ എന്താണ്? ഗോസ്പൽ ഹൂ യു ആർ എന്ന് വെളിപ്പെടുത്തുന്നതാണ് സുവിശേഷം. ആരാണെന്ന് അറിയാതെ തങ്ങൾ ആരാണ്, ഈ ഭൂമിയിൽ വന്ന് പിറന്നു ജനിച്ചു, ഏതോ ഒരു വീട്ടിൽ, ഏതോ ഒരു ഗ്രാമത്തിൽ, ഏതോ ഒരു പട്ടണത്തിൽ, ആരുടെയോ വീട്ടില്, അവരുടെ ചട്ടക്കൂടിൽ, ഏതോ ഒരു മതത്തിന്റെ കീഴില് മനുഷ്യർ ഇങ്ങനെ വളർന്നു വരുന്നു. അവർക്ക് കിട്ടിയ സാഹചര്യത്തിൽ അവരെ മുതിർന്നു വരുന്നു. ആ മനുഷ്യൻ അവൻ അറിയുന്നില്ല അവൻ ആരാണ്, അവൻ എന്തിനു ഭൂമിയിൽ വന്നു, അവന്റെ ബർത്തിന്റെ രഹസ്യം എന്താണ്, അവന്റെ അസൈൻമെന്റ് എന്താണ്, അവൻ എന്തിനാണ് ഭൂമിയിൽ പിറന്നത്, ഇതൊന്നും അറിയാതെ മനുഷ്യൻ വാസ്തവത്തില് സെൽഫ് ഐഡന്റിറ്റി ഇല്ലാതെ ഇങ്ങനെ സ്വയമായിട്ട് അവൻ ആരെന്നറിയാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ആദ്യം അവർക്ക് കൊടുത്തത്, ആദ്യം അവർക്ക് കർത്താവ് സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ചായയിലും നമ്മുടെ സ്വരൂപത്തിലും ഉണ്ടാക്കുക. അപ്പം ഐഡന്റിറ്റി കൃത്യമായിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞ ഉടനെ അവർക്ക് അസൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഐഡന്റിറ്റിയുടെ അടുത്ത് തന്നെയാണ് അസൈൻമെന്റ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സ്വരൂപം. അപ്പം ഭൂമിയിലെ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് മനുഷ്യൻ. അതുകൊണ്ടാണ് നമുക്കറിയാലോ, ദൈവം വന്നിട്ട് എല്ലാവരെയും വിടുവിക്കുന്നു എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു. ദൈവം ഒരിക്കലും വന്ന് ആരെയും ഡയറക്റ്റ് വിടുവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ദൈവം അവന്റെ പ്രതിനിധികളെ കൊണ്ട് ജനങ്ങളെ വിടുവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വീടില്ലാതെ കരയുന്ന ഒരു സാധുവിന് ദൈവം സ്വർഗത്തിൽ നിന്ന് കുറച്ച് കാശ് കൊണ്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ദൈവം ചില ഹൃദയങ്ങളെ ഉണർത്തി ദരിദ്രനായ ആ മനുഷ്യന് വീട് ഉണ്ടാക്കാനുള്ള പണം കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നതല്ല. പക്ഷെ നമ്മൾ അറിയാൻ പറ്റും അത് ദൈവകരമോ. ദൈവം തൻ്റെ റെപ്രസെന്റേറ്റീവ്സിനെ കൊണ്ടാണ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ടു ഷോ ദ ട്രൂ ഐഡന്റിറ്റി ഓഫ് ഗോഡ്. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ തന്റെ സ്വന്തം ആ ഛായയിലും സ്വരൂപത്തിലും അതങ്ങോട്ട് കിട്ടിയ ഉടനെ അവർക്ക് കിട്ടിയത് അസൈൻമെന്റ് ആണ്. എന്താണ് അസൈൻമെന്റ്? ഭൂമി അടക്കി വാഴുക. ഈ അസൈൻമെന്റ് കിട്ടുന്ന ഈ മനുഷ്യര് ഈ ഐഡിയയിലാണ് അവർ പോകുന്നത്. അവരുടെ ട്രൂ ഐഡന്റിറ്റി എന്തായിരിക്കും? വി ആർ created in the image and likeness of God. We are the children of God. We are the children of God എന്ന അഷ്വറൻസിൽ, ആ ഒരു ട്രൂ ഐഡിയയിൽ, ആ ഒരു റിയാലിറ്റിയിൽ അവർ മുതിർന്നു വന്നിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും നന്മതിന്മയുടെ വൃക്ഷഫലത്തിലേക്ക് പോകേണ്ടതായി വരികയില്ലായിരുന്നു. പക്ഷെ അവര് ഫോൾസ് ഐഡന്റിറ്റിയിലേക്ക് പോകേണ്ടി വന്നു. ആദ്യത്തെ പ്രശ്നം ഐഡന്റിറ്റി പ്രോബ്ലമാണ്. അതൊരു ബൈബിളിന്റെ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര സത്യമാണ് ഐഡന്റിറ്റി പ്രോബ്ലം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട്, വായിച്ചിട്ടില്ലേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട് അവൻ അധികാരം കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവനെ കൈക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മതങ്ങളും ഇവിടുത്തെ പാസ്റ്റേഴ്സും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റുമാരും വേദിയിൽ നിന്നിട്ട് യേശുവിനെ കൈക്കൊണ്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക, കരങ്ങളങ്ങോട്ട് ഉയർത്തുക, ഹൃദയത്തിലേക്ക് അവനെ ക്ഷണിക്കുക. ഇതൊന്നും അല്ല ആക്ച്വലി ഐഡന്റിറ്റി. അവനെ കൈക്കൊള്ളുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ലംബാനോ എന്ന വാക്ക്. ലംബാനോ എന്ന വാക്കിന്റെ ക്ലാസിക്കൽ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു റെൻഡറിങ് ഇങ്ങനെയാണ്: ഐഡന്റിഫൈഡ് വിത്ത്. ഐഡന്റിഫൈഡ് വിത്ത്, അവനോടുകൂടെ താതാത്മ്യപ്പെടുക. അപ്പൊ മനുഷ്യജാതിക്ക് നഷ്ടപ്പെട്ടു പോയ ഓതന്റിക് ഡിസൈൻ, ഓതന്റിക് ഐഡന്റിറ്റി, ട്രൂ ഐഡന്റിറ്റി, ഹൂ യു ആർ എന്ന ആ റിയാലിറ്റി നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്ന മാത്രമല്ല അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഐഡന്റിറ്റി അവർക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ ഒറ്റ വഴി, ഏത് ഇമേജിലാണോ, ഏത് ബ്ലൂ പ്രിന്റിലാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ ബ്ലൂ പ്രിന്റ് തന്നെ ഭൂമിയിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മനുഷ്യരൂപം എടുത്തു വന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കുക മനുഷ്യരൂപം എടുത്തു വന്നതിന്റെ കാരണം മനുഷ്യന്റെ ട്രൂ ഓതന്റിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ
റോമാലേഖനം 5 പറയുന്നത് ആദാമിനെ കുറിച്ച് പറയുമ്പോഴേക്കാണ് വരുവാനുള്ളവന്റെ പ്രതിമയായ ആദാം. ആദാമ് വരുവാനുള്ളവന്റെ പ്രതിമയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആദാമ് എന്ന് പറയുന്നത് വരുവാനുള്ളവനായ ക്രിസ്തു, ക്രിസ്തുവിന്റെ ഇമേജ് ആണ് ആദാം. അപ്പൊ ട്രൂ ഐഡന്റിറ്റിയോടെ ഓതന്റിക് ഡിസൈനുള്ള ആ പേഴ്സൺ ലോകത്തിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഓതന്റിക് ഡിസൈൻ ലോകത്ത് ഇപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് അവനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് താതാത്മ്യപ്പെടുക. അപ്പം അവനെ കാണുമ്പോൾ അയ്യോ, ദിസ് ഇസ് മൈ ഓതന്റിക് ഡിസൈൻ, ഈ ആളുമായിട്ടാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്, അദ്ദേഹമാണ് എൻ്റെ ട്രൂ ഐഡന്റിറ്റി എന്ന് ആര് വിശ്വസിക്കുന്നു അവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു എക്സ്ക്ലൂസിയ പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്. അത് അവകാശം കൊടുത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അധികാരം കൊടുത്തു എന്നായിരിക്കും, ശക്തി കൊടുത്തു എന്നാണ്. പുത്രന്മാരായിട്ടൊരു മാറുക. ഐഡന്റിറ്റി ക്രൈസിസ് ആണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് മാറ്റാനാണ് യേശു വന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അത് നമുക്ക് വലിയൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവസരമില്ല. രണ്ടാമത്തെ പ്രത്യേകം നോക്കുകയും ആദാമിന്റെ ഹവ്വയുടെയും ലൈഫിൽ ആ ഫ്രൂട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ഉണ്ടായത് ഞാൻ പറഞ്ഞു. ഈഗോയുടെ 4 പ്രത്യേകതയും അവിടെ ഉണ്ടോന്നാണ്. ഈഗോയുടെ 4 പ്രത്യേകത: 1 ഫാൾസ് ഐഡന്റിറ്റിയിലേക്ക് പോകുന്നു, 2 സെൽഫ് റിസർവേഷനിലേക്ക് പോകുന്നു, 3 ഗിൽറ്റ് ആൻഡ് ബ്ലെയിം ഉണ്ടാകുന്നു, 4 എന്ന് പറയുന്നത് കൺട്രോൾ. ഈ 4 മനുഷ്യരിൽ ഉണ്ടായെങ്കിൽ അവർ കഴിച്ച ഫ്രൂട്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈഗോയാണെന്നും അത് ഈഗോയ്ക്കാണെന്നും ഈഗോയ്ക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണെന്നും നമുക്ക് നിശ്ചയമായിട്ടും അനുമാനിക്കാൻ പറ്റും. നമ്മൾ ബേസിക് ആയിട്ടാണ് മനസ്സിലാക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു കഥ പോലെ, മലരമേലെ ഒരു കഥ പോലെ ഒരു മരം ഉണ്ടായിരുന്നു, ഏതൊരു മിത്തോളജി അല്ല, ഇതൊരു മിത്തായിട്ട് നമ്മൾ ചിന്തിക്കില്ല. എഴുതിയിരിക്കുന്ന അലിഗോറിക്കലി ആണെങ്കിലും ഒരിക്കലും അതൊരു മരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ വിശ്വസിക്കാത്തതിന്റെ കാരണം ഞാൻ ചുമ്മാ നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നതല്ല. യഹൂദന്മാരായ എബ്രായ റബിമാര്, വിശുദ്ധ ബൈബിളിന്റെ ആദ്യത്തെ അധികാരികൾ, അവർ പറഞ്ഞത് ആ ക്രിയേഷൻ സ്റ്റോറിയിലെ ആ സംഭവങ്ങളെല്ലാം ഒരിക്കലും ലിറ്ററൽ അല്ല, അത് അലിഗോറിക്കലാണ് എന്ന് അവരുടെ സമൂഹത്തെ പഠിപ്പിച്ചിരുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ ഇതെല്ലാം ഒറിജിനലാണെന്ന് വിചാരിച്ചിങ്ങനെ പാട്ടും പാടി നടക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ പ്രശ്നം നോക്കിയ സെൽഫ് പ്രിസർവേഷൻ. എന്താ സെൽഫ് പ്രിസർവേഷൻ സംഭവിച്ചത്? ആദാം കൊണ്ട് ഇത് കഴിച്ച ഉടനെ അവർ ചെയ്യാണ് തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. പുതിയ അറിവ് അവർക്കുണ്ടായി. എന്തോ അവർ പറയുന്നത്, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അപ്പൊ നഗ്നരെന്നുള്ള അറിവ്, ആ ഒരു അറിവ് അവർക്ക് വന്നതിന്റെ കാരണം ഈ ഈഗോയാണ്. അവരുടെ ഈഗോ അവരോട് പറഞ്ഞു. പക്ഷെ ഇതിന് മുമ്പ് അവർ നേക്കടായിരുന്നു. ബൈബിൾ പറഞ്ഞവർ നഗ്നരായിരുന്നു. ജ്ഞാനം തോന്നിയില്ല. കാരണം എന്താ? അവരെ അന്ന് വരെ ഭരിച്ചിരുന്നത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇന്നസെൻസ് ആയിരുന്നു. അവർ വേറെ ഇന്നസെന്റ്, നിഷ്കളങ്കരായ അവർക്ക് ലജ്ജ എന്നത് ഒരു കോൺഷ്യസ്നെസ് അല്ലായിരുന്നു. ഇപ്പോൾ ഇവർക്ക് എന്തോ ഒരു പുതിയ അറിവ് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, പിതാവിനെ, ഏകസത്യ ദൈവമായ പിതാവിനെ പുത്രനിലൂടെ അറിയുന്നതാണ് നിത്യജീവൻ എങ്കിൽ നന്മതിന്മയുടെ അറിവിന്റെ പക്ഷപോലും മറ്റൊരറിവാണ്. ആ അറിവ് എന്താ സംഭവിച്ചത് നോക്കി? ഈ അറിവിൽ അവരെ കണ്ണു തുറന്നു, അവർ നഗ്നരെന്ന് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഈ എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്ന ഒരു ചരിത്രം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 24 കാണുന്ന ചരിത്രത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, അവിടെ ദൈവപുത്രനായ യേശു അവരുടെ കൂടെ ഭവനത്തിൽ പാർക്കാൻ ചെല്ലുന്നു. അവൻ അപ്പം എടുത്തിങ്ങനെ നുറുക്കുന്നു. ഹി വാസ് ബ്രേക്കിംഗ് ദ ബ്രെഡ്. അപ്പോൾ അവരുടെ കണ്ണു തുറന്നു. സോ നന്മതിന്മയുടെ വൃക്ഷഫലം അല്ലെങ്കിൽ ഈഗോയ്ക്ക് ഫ്രൂട്ട്, ആ ഒരു ഫ്രൂട്ട് അവർ ബ്രേക്ക് ചെയ്തപ്പോൾ, ഭക്ഷിച്ചപ്പോൾ കണ്ണു തുറന്നു. അവരുടെ കണ്ണു തുറന്നപ്പോൾ അവർ തങ്ങൾ നഗ്നരാണെന്ന് കണ്ടു. അതേസമയം യേശുക്രിസ്തു തന്റെ ശരീരമാകുന്ന ആ ബ്രെഡ് എടുത്ത് ഇങ്ങനെ നുറുക്കിയപ്പോ അവരത് അവർ വചനം പറഞ്ഞ അവരെ കണ്ണു തുറന്നു. അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. അപ്പം ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ഫ്രൂട്ട് ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അത് വേറൊരു ചിന്തയാണ്, നിങ്ങൾക്ക് ധ്യാനിക്കാനായിട്ട് ഞാനത് വിടുകയും. ഇവിടെ സെൽഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും, സ്വയമായിട്ട് സുരക്ഷിതം. നമ്മൾ കണ്ടിട്ടില്ലേ ആളുകൾ ഭയങ്കരമായിട്ട് ഫിയറുള്ള ആളുകളല്ല. ഈ മനുഷ്യർക്ക് ഇത് കഴിച്ച ഉടനുണ്ടായ ആദ്യത്തെ സ്വഭാവം ശ്രദ്ധിക്കണേ. ആദ്യത്തെ മനുഷ്യന്റെ റെസ്പോൺസ്, നമ്പർ 1 ഫൈറ്റ്, നമ്പർ 2 ഫ്ലൈറ്റ്.
ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഓടുക. ഫൈറ്റ് is the part of anger, and flight is the part of fear. ഒന്നുകൂടെ പറയാം. നന്മ തിന്മയുടെ അറിവിന്റെ വിഷയത്തിൽ മനുഷ്യർക്ക് ആദ്യം ഉണ്ടായത് അവർ ഓടി ഒളിച്ച് ഫ്ലൈറ്റ് ചെയ്ത് അവർ എസ്കേപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേ ആർ ഫിയർഫുൾ. ചില ആളുകൾ ഫൈറ്റ് ചെയ്യും. ഇത് രണ്ടും ഈഗോയുടെ ഭാഗമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഫൈറ്റും ഫ്ലൈറ്റും, ഫ്ലൈറ്റ് പറഞ്ഞാൽ ഓടുക, ഇത് രണ്ടും ഈഗോയുടെ ഭാഗമാണ്. ഈ സെൽഫ് പ്രിസർവേഷൻ എന്ന അല്ലെങ്കിൽ സ്വയം സുരക്ഷിതത്വം അല്ലെങ്കിൽ സ്വയമായിട്ട് പരിരക്ഷ, സ്വയപരിരക്ഷ. ഇനി ഞാൻ ആളുകൊണ്ട് കൂടത്തില്ല, ഇനി ഞാൻ അവിടെ പോകത്തില്ല, ഇനി ഞാൻ അട്ടൽ റൈറ്റ്. അവരെല്ലാം ഫിയർഫുൾ പീപ്പിൾ. ദേ ആർ നോട്ട് സക്സസ്ഫുൾ പീപ്പിൾ. ദേ വോണ്ട് സക്സസ്. അവർ ഒരിക്കലും ജയിക്കില്ല. അവർ പരാജയത്തിലേക്ക് പോകത്തേ ഉള്ളൂ. എന്താണ് ഈ ഫൈറ്റ്? ഞാൻ പറഞ്ഞ ഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം ചെയ്യുക. മുമ്പ് ഞാൻ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനോടൊക്കെയാണോ യുദ്ധം ചെയ്യുന്നത് അത് ശക്തിപ്പെടും. എല്ലാവരും കേൾക്കണേ. നിങ്ങൾ എന്തിനോട് യുദ്ധം ചെയ്യുന്നോ അത് ശക്തിപ്പെടും, അത് നിലനിൽക്കും. നിങ്ങൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അത് സൗഖ്യപ്പെടും. നിങ്ങൾ മല്ലയുദ്ധം നടത്തുക. നിങ്ങളുടെ ഈഗോയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈഗോയാണ് ഫ്ലൈറ്റ്. ഈഗോ ഫിയർ കൊണ്ടുവരും, ഈഗോ ആങ്കർ കൊണ്ടുവരും. അപ്പൊ മനുഷ്യർക്ക് ആദ്യമായിട്ട് ദൈവത്തോട് എന്ത് തോന്നി? കോപം തോന്നുക. ഫിയർ ആൻഡ് ആങ്കർ, ഇത് രണ്ടും ഇങ്ങനെ മനുഷ്യന്റെ അകത്ത് നിന്ന് ഉണ്ടായി വരിക. ദൈവത്തിന് വിരുദ്ധമായ കോപം. ദൈവം ആ കോപത്തിന്റെ റിസൾട്ടായിട്ട് അവര് ഓടുന്നു, ഭയപ്പെടുന്നു, ഒളിക്കുന്നു. ഈ ഫൈറ്റ് എന്താണ് ചെയ്യുന്നത്? ഫൈറ്റ് സൈസ് ചെയ്ത് പറയുന്നത് യു ആർ ഗിൽറ്റി, നീ കുറ്റക്കാരനാണ്. സോ ഐ എം ഗോയിങ് ടു കോസ് യു പെയിൻസ്. നീ കുറ്റക്കാരനായതുകൊണ്ട് നിനക്ക് വേദന ഞാൻ വരുത്തും, നിന്നെ ഞാൻ വേദനിപ്പിച്ചു, നീ കുറച്ച് വേദന അനുഭവിക്കണം. നീ കേട്ടിട്ടില്ലേ? നീ കുറ്റക്കാരനാണ്, യു ആർ ഗിൽറ്റി, സോ ഐ എം ഗോയിങ് ടു കോസ് യു പെയിൻസ്. അതാണ് ഫൈറ്റ്. അപ്പൊ ഫൈറ്റ് എന്ന് പറയുമ്പോൾ വേദനിക്കണം. ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇത് ദൈവ സ്വഭാവമല്ല, ഇത് ഈഗോയാണ്. എന്നെ ഒരു കുറ്റം പറഞ്ഞു അവന് ഞാൻ 10 എണ്ണം പറഞ്ഞിരിക്കും. എന്നെ അവൻ നാറ്റിച്ചെങ്കിൽ അവനെ ഞാൻ ലോകം മൊത്തം നാറ്റിക്കും. എനിക്കെതിരെ അവൻ ചീത്ത പറഞ്ഞെങ്കിൽ ഞാൻ അവനെതിരെ 1000 ചീത്ത പറയും. അവൻ എന്നെ തല്ലിയ ഞാൻ അവനെ തല്ലും. ഇതെവിടെ നിന്ന് ഉത്ഭവിക്കുന്നതാണ്? ഇത് ഗിൽറ്റാണ്. കുറ്റബോധത്തിൽ നിന്നുണ്ടായി വരുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധമാണ് ഫൈറ്റിംഗ്. എപ്പോഴും നീ കുറ്റക്കാരനാണ്, നിന്നെ ഞാൻ ശിക്ഷിക്കും, നീ കുറച്ച് വേദനിക്കും. ഇത് എവിടുന്ന് വരുന്നത്? ഇത് യേശുവിൽ നിന്ന് വരുന്നതാണോ? അല്ല. ഇത് പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് വന്നതാണോ? അല്ല. ഇത് പരിശുദ്ധ റൂഹായിൽ നിന്ന് വന്നതാണോ? അല്ല. പിന്നെ ഇത് എവിടുന്ന് വന്നതാണ്? ഇത് കൃത്യമായിട്ട് വന്നത് നമ്മുടെ ഈഗോയിൽ നിന്ന് വന്നു. ഈഗോ, ഞാൻ പറഞ്ഞല്ലോ, ഈഗോ ഇത് ഫ്രൂട്ട് കൊണ്ട് തിന്ന ഉടനെ മനുഷ്യർക്കുണ്ടായ 2 സ്വഭാവം. ഒന്ന് ഫൈറ്റിംഗ്, ഫ്ലൈറ്റ്. 2. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓടുക, ഫ്ലീ. അപ്പൊ ഫൈറ്റിംഗ് എന്താ പറഞ്ഞാൽ യു ആർ ഗിൽറ്റി, പെയിൻസ്, നിനക്ക് ഞാൻ വേദന തരും. ഫ്ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഫ്ലൈറ്റ് പറഞ്ഞ ഓടുന്നത്. ഐ ആം ഗിൽറ്റി, ഐ ആം ഗിൽറ്റി, ഐ ആം ഗിൽറ്റി, ഐ ആം ഗോയിങ് ടു എസ്കേപ്പ് ഫ്രം മൈ പെയിൻ. നീ കുറ്റക്കാരനാണ്, നിനക്ക് ഞാൻ വേദന വരുത്തും എന്നതാണ് യുദ്ധം. എങ്കിൽ ഞാൻ കുറ്റം ചെയ്തവനാണ്, ഞാൻ എൻ്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു, ഓടാൻ പോകുന്നു എന്നതാണ് ഫ്ലൈറ്റ്. ഇതല്ലേ ഏതെങ്കിലും സംഭവിച്ചത്? മനുഷ്യനകത്ത് ഏതാ ചൂസ് ചെയ്തത്? ഫ്ലൈറ്റ്. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ താണ്ടെ ഓടി ഒളിക്കുക. നിങ്ങൾ എത്ര മനോഹരമായിട്ട് ഇത് മനസ്സിലാക്കണം. കാരണം ആദം ഇത് കഴിഞ്ഞ ഉടനെ ഓടി ഒളിക്കുന്നു. മരങ്ങളുടെയും കുറ്റിച്ചെടിയുടെയൊക്കെ ഇടയിൽ ദൈവത്തെ കാണാതെ ഒളിക്കുക. ഈ ഒളിക്കാൻ ഇവനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഐ ആം ഗിൽറ്റി.
സോ ഐ ആം ഗോയിങ് ടു എസ്കേപ്പ് ഫ്രം മൈ പെയിൻ. എനിക്ക് ആ വേദനയിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാം. എപ്പോഴും ശ്രദ്ധിച്ചോ, ഫൈറ്റ് എപ്പോഴും ഈ ഫിയർ ആൻഡ് ഫൈറ്റിങ്, ബ്ലെയിം ആൻഡ് ഗിൽറ്റ്, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ് എ മാറ്റർ ഓഫ് സെപ്പറേഷൻ. നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം അത് മരണം. എപ്പോഴും മരണം എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ടത് സെപ്പറേഷൻ. മരണം എന്ന് വേർപാട്, വേർപാട്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപെടുന്നത് വ്യക്തികളുടെ വേർപാട്, കുടുംബങ്ങൾക്കകത്തെ വേർപാട്, സുഹൃത്തുക്കളുടെ ഇതെല്ലാം മരണമാണ്. ഇതെല്ലാം മരണമാണ്. ഇതെല്ലാം മരണമാണ്. എല്ലായിടത്തും മരണമാണ്. അല്ലാതെ ശവപ്പറമ്പും ശവപ്പെട്ടിയും ചേതനയേറ്റ ഒരു ശരീരമല്ല മരണം. സെപ്പറേഷനാണ്. സോ അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഗോയാണ് സെപ്പറേഷന്റെ കാരണം. ഈഗോയാണ്. അപ്പൊ ഇവിടെ ബോഡി എന്താണ്? ബോഡിയിൽ എന്താണ് ഒരു പ്രശ്നം വരുമ്പോൾ അവൻ ഒന്നുകിലും യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അവന് ഫൈറ്റ് ചെയ്യും, ഫ്ലൈ ഓടി രക്ഷപ്പെടും. ഒന്നുകിൽ നിന്ന് ജയിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരാൾക്ക് മുമ്പ് വരുത്തും, അവനെ നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. ഏദനിൽ മനുഷ്യൻ ഈ ഒരു തെറ്റിലേക്ക് പോയപ്പോൾ അവൻ എന്താ സംഭവിച്ചത്? അവന് തൻ്റെ തെറ്റിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. ഈ ലോകത്തിലെ ഈ ഗിൽറ്റ്, കുറ്റബോധം, അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്യമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. നോ കണ്ടംനേഷൻ. ഭയങ്കര വാക്കാതെ. കണ്ടംനേഷൻ ഇല്ല. അവർക്ക് എന്തില്ല? അവർക്കൊരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ വാട്ട് ഈസ് ദ ലോ ഓഫ് ഗിൽറ്റ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ലോ ഓഫ് ഗിൽറ്റ് എന്നറിയാം. ഈ കുറ്റബോധത്തിന്റെ ഒരു ശാസ്ത്രമുണ്ട്, ഒരു നിയമമുണ്ട്. 2 നിയമങ്ങളുണ്ട്. ആ നിയമം ഇങ്ങനെ: ഓൾ പെയിൻസ് which is not healed must be offloaded somewhere. അതായത് ഈ എല്ലാ വേദനകളും, അത് ഞാൻ പറഞ്ഞല്ലോ, ഗോസ്പൽ ഈസ് ദ ഗോസ്പൽ ഓഫ് ഹീലിംഗ്. സുവിശേഷം എന്ന് പറയുന്നത് സൗഖ്യപ്പെടുത്തുന്ന, ഗോസ്പൽ ഈസ് ദ ഗോസ്പൽ ഓഫ് ഹീലിംഗ് ആണ്. അതായത് ഈ ഗോസ്പൽ ഈസ് ദ ഗോസ്പൽ ഓഫ് ഹീലിംഗ്. അപ്പൊ ഓൾ പെയിൻസ് വിച്ച് ഈസ് നോട്ട് ഹീൽഡ്, സൗഖ്യപ്പെടാത്ത എല്ലാ വേദനകളും എവിടെയെങ്കിലും നമ്മൾ ഇറക്കി വെക്കാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഒരു മെക്കാനിസമാണ്, അത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വന്നേക്കുന്ന വേദനകള് എവിടെയെങ്കിലും കൊണ്ട് അത് ഇറക്കി വെക്കാനായിട്ട് മനുഷ്യൻ ശ്രമിക്കും. ഓഫ്ലോഡ് ചെയ്യും. അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഓഫ്ലോഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടത്തില്ല. കാരണം ബോഡിക്കറിയാം ഗിൽറ്റ് ഈസ് എ ടോക്സിൻ. ഗിൽറ്റ് ഈസ് എ ടോക്സിൻ. അതൊരു വിഷമാണ്, പോയിസണാണ്. നമ്മൾ കുറ്റബോധവും ഗിൽറ്റും നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ അത് നമ്മളെ മാരകമായ അപകടത്തിലേക്ക് നടത്തും. നമ്മുടെ ശരീരത്തിന് അത് അനാരോഗ്യത്തെ കൊണ്ടുവരും. സോ ഗിൽറ്റ് ഈസ് എ ടോക്സിൻ ടു ബോഡി. അപ്പം അതിന്റെ ഗിൽറ്റ് വരുമ്പോൾ നമ്മളെ ഈഗോ ഇപ്പം ഒരാൾക്ക് കുറ്റം കണ്ടാൽ ഈഗോ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈഗോ എന്താ ചെയ്യുന്ന അറിയാമോ? ഈഗോ ആ ആളിനെതിരെ ജഡ്ജ്മെന്റ് ഇടും, ന്യായവിധി. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ വസ്തുത എന്നറിയുമോ? എന്താ ജഡ്ജ്മെന്റ്? ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുക. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ വിധിക്കരുത് എന്നൊരു വാക്യമുണ്ട് ബൈബിളിൽ. നിങ്ങൾ ആരെയും വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഇന്ന് നമ്മുടെ യേശുവിന്റെ ഈ ഉപദേശങ്ങളൊക്കെ ഭയങ്കര ഉപദേശങ്ങളാണ്. ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് വായിച്ചു കളയുന്നത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അപ്പൊ വിധിക്കുക, ജഡ്ജ്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജ്മെന്റ് എന്ന വാക്കെന്ന് പറയുന്നത് ടു മേക്ക് യു ഗിൽറ്റി ആൻഡ് ഐ ആം ഇന്നസെന്റ്.
ഞാൻ നിഷ്കളങ്കനും നീ കുറ്റക്കാരനുമാണ് എന്ന് നമ്മൾ വിധിക്കുന്ന വിധിയാണ് ന്യായവിധി. ഒന്നുകൂടെ പറയാം. ഒരാൾ ന്യായം വിധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈഗോ പറയുകയാണ്, ഞാൻ ഇന്നസെന്റ് ആണ്, നീ കുറ്റക്കാരനാണ്, അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടും. ഇത് ഈഗോയാണ്. നീ ശിക്ഷിക്കപ്പെടും, ഞാൻ കുറ്റക്കാരനല്ല, നീ കുറ്റക്കാരനാണ്. അപ്പോൾ അടുത്തൊരാള് കുറ്റക്കാരനാണ് എന്നും ഞാൻ നിർമ്മലനാണ് എന്നും തോന്നുന്ന ആളുകൾക്ക് അവരുടെ വായിൽ എപ്പോഴും ജഡ്ജ്മെന്റ് ആണ് ഫൈനൽ ടേൺ. ഇതാണ് ഈഗോയുടെ പ്രശ്നം. ഇതാണ് ഈ നന്മതിന്മയുടെ വൃക്ഷഫലം മനുഷ്യർക്ക് വരുത്തിയതായ കാര്യം. ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് കാര്യം. അപ്പൊ ജഡ്ജ് ചെയ്യുക, അവരുടെ കുറ്റം വിധിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നീ കുറ്റക്കാരൻ, നിനക്കതിന് ആവശ്യമുണ്ട്, നീ അത് അനുഭവിക്കണം, നീ കുറ്റക്കാരനാണ്. പക്ഷെ ഞാനാരാ? ഞാൻ നിർമ്മലനാണ്, ഞാൻ ഇന്നസെന്റ് ആണ്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ പവിത്രനാണ്, ഞാൻ നിർമ്മലനാണ്, നീ കുറ്റക്കാരൻ. ഈ ചിന്തയിൽ നിന്നാണ്, ഈ ഈഗോയുടെ ചിന്തയിൽ നിന്നാണ് നമ്മൾ ന്യായവിധിയെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. പിതാവ് ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് പിതാവ്. കാരണം പിതാവ് ഒരിക്കലും ന്യായം വിധിക്കുന്നില്ല പുത്രനെ. പുത്രനെ വന്നിട്ട് എന്താ പറയുക? പുത്രൻ ന്യായം വിധിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ന്യായവിധി പിതാവിനും പുത്രനും ഇല്ലാതാക്കി. എന്തെന്ന് ചോദിച്ചാൽ, ന്യായം വിധിക്കുന്ന ആളുകള് അവര് തന്നെ പറയുകയാണ്, ഈഗോയുടെ ഭാഗമാണ്. യു ആർ ഗിൽറ്റി, ഐ എം ഇന്നസെന്റ്. ഞാൻ നിർമ്മലനും നിഷ്കളങ്കനുമാണ്, നീയാണ് കുറ്റക്കാരൻ, നീ അത് അനുഭവിക്കണം. ഇതാണ് ജഡ്ജ്മെന്റിന്റെ ഫൈനൽ ടൈം. അതുകൊണ്ട് ലോ ഓഫ് ഗിൽറ്റ് എന്ന് പറയുന്നത്, all pains which is not healed yet has to be offloaded somewhere, because guilt is a toxin. കണ്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റവും അപരാധവും വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ വേഗത്തിൽ രോഗികളാകുകയും വേഗത്തിൽ മരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്ഷമ എന്ന് പറയുന്ന സംഭവത്തിന് വലിയ പ്രാധാന്യം വിശുദ്ധ ബൈബിളിലെ ഗോസ്പലിൽ കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ നിയമം, ലോ ഓഫ് ഗിൽറ്റ് എന്ന് പറയുന്നത്, മൈൻഡ് ട്രൈസ് ടു ഗെറ്റ് റിഡ് ഓഫ് പെയിൻ ബൈ കോസിങ് ഇറ്റ്. അതായത് മനസ്സെപ്പോഴും ഈ പെയിനിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. എങ്ങനെയാണ്? ഒന്നുകിൽ മറ്റൊരാളിലേക്ക് ഓഫ്ലോഡിങ് ടു ആ പെയിൻ ടു ഓഫ്ലോഡ് ടു മറ്റൊരാളുടെ മേൽ ആ പെയിന് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ പെയിൻ നമ്മൾ തന്നെ അങ്ങ് അനുഭവിക്കും. അതാ ഡിപ്രഷനിലേക്ക് അങ്ങ് പോവാണ്. നമ്മൾ തന്നെ അങ്ങ് അനുഭവവേദന നമ്മളങ്ങ് കടിച്ചമർത്തുക. ഒന്നുകിൽ ഗിൽറ്റിന്റെ ഈ പെയിന് മറ്റൊരാളെ പുറത്ത് ആരോപിച്ച് നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ സ്വയമായിട്ട് അതിനെ ഏറ്റെടുത്ത് നമ്മളിങ്ങനെ തളർന്നു പോകും. ഇതാണ് രണ്ട് ലോ ഓഫ് ഗിൽറ്റ് എന്ന് പറയുന്നത്. എൻ്റെ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ഗിൽറ്റ് വന്നത് എവിടെ നിന്നാണ്? ഗിൽറ്റ് ആൻഡ് ബ്ലെയിം, രണ്ട് കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ ഗിൽറ്റ് വരുന്നത് കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യാണ്? അവര് ബന്ധങ്ങളിൽ നിന്ന് മാറുക. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒന്ന് മാറുക. ആദ്യം മനുഷ്യൻ മുറിച്ച ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധം. എന്തുകൊണ്ടാണ് മുറിച്ച്? അവന്റെ ഈഗോ പറഞ്ഞു. നമുക്ക് ഭയത്തെ കൊണ്ടുവന്നു. ഈഗോ അവന്റെ അകത്ത് ഫിയർ കൊണ്ടു. ഈഗോ ദൈവത്തോടുള്ള ആങ്കർ കൊണ്ടു. ദൈവത്തോട് ആങ്കർ വരിക. അപ്പൊ ഈ രണ്ടും ഈഗോയാണ് കൊണ്ടുവരുന്നത്. ഈഗോയാണ്. നമുക്ക് അത് തന്നെ മനസ്സിലാക്കുന്നില്ലേ? കായൻ ഹാബലിനെ കൊന്നു കാരണം ഈഗോയാണ്. അവന്റെ അഹംബോധമാണ്. അവന്റെ അകത്ത് വന്ന ഫിയർ ആൻഡ് ആങ്കർ. അതാണ് മരണഹേതുവായിട്ട് മാറിയത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ ഈഗോ മനുഷ്യർ കൊണ്ടുവരുന്ന സെൽഫ് പ്രിസർവേഷൻ. സ്വയമായിട്ട് അങ്ങനെ ഓടുക, അത്തിയല കൊണ്ട് അവർ തന്നെ ഒരു വലിയ മരം ഉണ്ടാക്കുക, ഒരു വലിയ കോട്ട ഉണ്ടാക്കി അതിനകത്ത് കയറി അങ്ങ് ഇരിക്കുക. എന്നിട്ട് പറയാം, ഇനിയും അവൻ എന്നെ തൊടത്തില്ല, ഇനി ആർക്കും എന്നെ തൊടാനായിട്ട് പറ്റത്തില്ല, ഇനി എൻ്റെ കുടുംബത്തെ തൊടാൻ പറ്റത്തില്ല, ഇനി എൻ്റെ ബന്ധത്തെ തൊടാൻ പറ്റത്തില്ല, ഇനി എൻ്റെ സൊസൈറ്റിയെ തൊടാൻ പറ്റത്തില്ല, ഇനി എൻ്റെ ഫാമിലിയെ ഇങ്ങനെ നമ്മൾ തന്നെ ഒരു വലിയ കോട്ട ഉണ്ടാക്കിയിട്ട് ആ കോട്ടയ്ക്കകത്ത് കയറി അങ്ങ് സെൽഫ് പ്രിസർവേഷൻ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെതല്ല. നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ കുറച്ച് അത്തിയല കൊണ്ട് മറച്ചെന്ന് വെച്ച്, നിങ്ങൾ ഏതോ ഒരു മരത്തിന്റെ മറവിൽ പോയി കുറ്റിക്കാടിൽ ഒളിച്ചെന്ന് വെച്ചോണ്ട് നിങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടവരാരുമില്ല. ഇവിടെ പ്രശ്നത്തെ പരിഹരിക്കാൻ
കർത്താവിൻ്റെ മുമ്പിലേക്ക് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ഷെയിം. ഈ ഷെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഈഗോ. They are not ashamed. That is the part of innocence. ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ മറയ്ക്കുന്നു. മറയ്ക്കുക, നമ്മൾ കാര്യങ്ങളൊക്കെ മറച്ച് ഒരു പരുവത്തിന് ഇങ്ങനെ പൗഡർ പൂശ്, അത് ഈഗോയുടെ ഭാഗം. പക്ഷെ നമ്മൾ നമ്മുടെ ഒന്നും മറയ്ക്കാതെ നമ്മൾ ഫുൾ നേക്കഡായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നെങ്കിൽ ആ ഫുൾ നേക്കഡ്നെസ് എന്ന് പറയുന്നത് ഈഗോ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ യേശുക്രിസ്തു അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ വെളിച്ചത്തിൽ നടക്കുക, അപ്പോൾ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നിങ്ങളെ ശുദ്ധി. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അതിൻ്റെ അർത്ഥം അവൻ അവൻ ഒന്നും മറവിലല്ല ഇരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ അവൻ ഒന്നും മറയ്ക്കാതിരിക്കുന്നത് പോലെ നാം മറയ്ക്കാതെ അവന്റെ മുമ്പിൽ നടന്നാൽ എന്ന് പറഞ്ഞാൽ, നാം അവന്റെ മുമ്പിൽ നേക്കഡായിട്ട് നടന്നാൽ, ഒന്നും മറയ്ക്കാനില്ലാത്തവനായി അവന്റെ മുമ്പിൽ നടന്നാൽ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മൾ ഈ മറയ്ക്കുന്ന ഈ സ്വഭാവം, നമ്മൾ സെൽഫ് പ്രിസർവേഷനിലേക്ക് പോകുന്നത്, നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, വലിയ അത്തിയലയുടെ കോട്ടയുണ്ട്, അത്തിയല കോട്ട ഉണ്ടാക്കി അതിനകത്ത് സുരക്ഷിതമായിട്ടിരിക്കുക, കാവൽക്കാരെയൊക്കെ ആക്കി. നിങ്ങൾ പരാജയം, നിങ്ങൾ പരാജയപ്പെടും. റിലേഷൻഷിപ്പിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്, ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ അത്തിയലയുടെ കോട്ട ഒന്നുമില്ല, നിന്റെ ഈഗോയാണ് നിന്നെ ഈ അത്തിയല എടുപ്പിച്ചത്. കാരണം ആ വൃക്ഷമാണ് നിന്നെ ഷെയിമിലേക്ക് കൊണ്ടുവന്നത്. ആ ഷെയിമാണ് നിനക്ക് സെൽഫ് പ്രിസർവേഷനിലേക്ക് നിന്നെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് മൂന്നാമത് എന്താ സംഭവിച്ചത്? മൂന്നാമത് മനുഷ്യൻ അവന് ഗിൽറ്റ് ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞു, ഗിൽറ്റ് ആൻഡ് ബ്ലെയിം. ഈഗോ കാസ്റ്റ് ഗിൽറ്റ് ആൻഡ് ബ്ലെയിം അപ്പോൺ എവ്രി വൺ. ഗിൽറ്റ്, അവിടെ ഗിൽറ്റിന്റെ പ്രത്യേകം നോക്കി, കുറ്റബോധം. അതിന്റെ തൊട്ടപ്പുറത്ത് ബ്ലെയിം. കുറ്റം ഉള്ളവൻ എപ്പോഴും അടുത്ത ആളിനെ ബ്ലെയിം ചെയ്യും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റത്തിൽ ജീവിക്കുന്നവർ, ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. the persons, those who are living in guilt ഉള്ളവൻ ആ ഗിൽറ്റ് മറ്റൊരാളുടെ പുറത്ത് ഓഫ്ലോഡ് ചെയ്യും. ബ്ലെയിം ഈസ് ഫ്രം ഗിൽറ്റ്. If you are cleansed by the precious blood of Jesus, you cannot blame anybody. Because you are living in guilt, you are living in ego, that's why you are offloading your unhealed pains and wounds upon someone and blaming others. Guilt is the cause of blame. മറ്റൊരാളെ നമ്മളെപ്പോഴും അവൻ കാരണമാണ് ഞാൻ ഇങ്ങനായി എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ അകത്തെ കുറ്റബോധമാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അത് ആത്മജീവിതമല്ല, അത് ഈഗോയാണ്. നിങ്ങൾ ഈഗോയിലാണ് ജീവിക്കുന്നത്. ആമേൻ. അതുകൊണ്ടല്ലേ ആദാമിനോട് ചോദിച്ചു, നീ എന്തിനാ പഴം ഭക്ഷിച്ചു ചോദിച്ചു. അതേ ഉടനെ പറയുന്നത് എന്തുവാ? ഭാര്യ തന്നു, അവളാ കാരണക്കാരൻ. നമ്മൾ മറ്റൊരാളുടെ പുറത്ത് നമ്മുടെ കുറ്റത്തെ ഇട്ടിട്ട് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അദ്ദേഹം കാരണം അല്ല, അത് നമ്മുടെ ഈഗോയുടെ ഭാഗമാണ്. നമുക്കത് ഭക്ഷിച്ചു എന്ന് പറയാനായി പറ്റുന്ന ഏക സ്ഥലം അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിൽ. പ്രിയപ്പെട്ടവർ പറയാം, നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഈഗോ എന്ന് ഔട്ടാവുന്നു, ഒറിജിനൽ ദൈവത്തിന്റെ ജീവനിൽ വാഴാൻ തുടങ്ങും. എപ്പോഴും ഈഗോയാണ് നിങ്ങളുടെ അകത്ത് ഗിൽറ്റ് കൊണ്ടുവരുന്നത്, ബ്ലെയിം. ഗിൽറ്റ് ഉള്ളവൻ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് പേഴ്സൺ ഈസ് റോങ്, ദിസ് പേഴ്സൺ ഈസ് റോങ്. അത് എവിടുന്നാ വരുന്നത്? അതൊരിക്കലും ആത്മാവിൽ നിന്ന് വരുന്നതല്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനകത്ത് ജീവിക്കുന്നവരും ആ ഈഗോയുടെ ഫ്രൂട്ടിലാണ്, ആ ഫോർബിഡൻ ഫ്രൂട്ടിലാണ്. So where there is guilt, there is blame. ആദാം ഹവ്വയെ ബ്ലെയിം ചെയ്യുന്നു,
ഹവ്വ നേരെ പോയി പാമ്പിനെ ബ്ലെയിം ചെയ്യുന്നു. അപ്പൊ ബ്ലെയിമിങ് അവിടെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈഗോയ്ക്കാണ്. അപ്പൊ ഈഗോയാണ് കൊണ്ടുവരുന്നത്. ഈഗോ കാരണമാണ് മറ്റൊരാളെ, ഇപ്പം ഭർത്താവാണ് കുറ്റക്കാരൻ, അല്ലെ ഭാര്യയാണ് കുറ്റക്കാരി, അവള് കാരണമാണ് ഞാൻ ഇതൊക്കെ ആയത്, അവള് കാരണമാണ്, അത് റോങ് ആണ്, അത് തെറ്റാണ്. അതിനെ നമുക്ക് നമ്മുടെ ഈഗോയാണ് അത് 100% സബ്ഡ്യൂ ചെയ്ത് അതിനെ നമ്മൾ എടുത്ത് കളയേണ്ടതായ കാര്യം. പാമ്പ് കാരണമാണ്, പിശാചാണ് കാരണം. നമ്മൾ അങ്ങനെ തന്നെ പോകാറില്ലേ? എന്ത് തെറ്റ് വന്നാലും നമ്മളുടനെ പിശാചാണ്, സാത്താനാണ്, അന്തിക്രിസ്തുവാണ്, ഇങ്ങനെ ഇതൊക്കെ ബ്ലെയിമിങ് ആണ്. ഞാൻ ഇത് ദിവസം ഒരു കാര്യം പറയാം. നമ്മൾ തെറ്റ് ചെയ്താൽ ഐ ഡൺ ഇറ്റ്, അതിന് ആകാശം ഇടിച്ചൊന്നും വീഴത്തൊന്നുമില്ല. കാരണം അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധമാക്കുന്നത്. ഇവിടുത്തെ പ്രധാന വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗിൽറ്റാണ് ഷെയിം, ബ്ലെയിമിനെ പ്രൊഡ്യൂസ്. അപ്പൊ ഇവിടെ ഇതിനെ കൊന്നുകളയാനുള്ള വഴി, ഈഗോയുടെ കഥ കഴിക്കാനുള്ള ഏക വഴി ഫൊർഗീവ്നെസ്. ഫൊർഗീവ്നെസ് എവിടെയുണ്ടോ അവിടെ നമ്മൾ ഗിൽറ്റ് ഫ്രീ ആകും. രണ്ട്, നമ്മൾ ബ്ലെയിം ചെയ്യാതാകും. അപ്പം ഗിൽറ്റ് ഫ്രീ ആകാനും ബ്ലെയിം ഫ്രീ ആകാനും ഒരൊറ്റ വഴി ഈഗോ അവസാനിച്ചാൽ, ഈഗോ ചാകാനുള്ള ആന്റിബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എതിർക്കാനുള്ള ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് forgiveness. That's what the Bible says, go and preach the forgiveness of sin. ജനങ്ങളുടെ ലോകത്തിന് പ്രസംഗിക്കാൻ എന്താ പ്രസംഗിക്കാൻ? forgiveness പ്രസംഗിക്കാൻ. You go and preach the forgiveness. മാനസാന്തരവും പാപമോചനവും. ഞാനതിൻ്റെയൊക്കെ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. മാനസാന്തരവും പാപമോചനവും, ചേഞ്ച് ഓഫ് മൈൻഡ് ആൻഡ് forgiveness. Go and preach. ജീസസ് തന്റെ ശിഷ്യന്മാരോട് പറയുക, ലോകത്തോട് മൊത്തം പോയി പ്രസംഗിക്കാൻ. forgiveness. അപ്പൊ forgiveness വന്നാൽ എന്താണ് ഔട്ട് ആവുന്നത്? ഈഗോ ഔട്ട്. ഈഗോ ഔട്ട് ആവുന്നത് 100% ഞാൻ ക്ഷമിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയാലേ എനിക്ക് മറ്റൊരാളോട് ക്ഷമിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈഗോ പറയുമ്പം ക്ഷമിക്കുക എന്ന് പറഞ്ഞൊരു വലിയ വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ ചില ആൾ പറയും ക്ഷമിക്കുന്നത്, ഈഗോ പറയും അത് നമ്മുടെ കഴിവുകൾ. ഈഗോ പറയും forgiveness is a weakness. പക്ഷെ I will tell you, forgiveness is the greatest act of power. On the cross of Calvary, you know what happened? 3 ആണിയിൽ യേശുവിനെ തൂക്കിയിട്ടേക്കുക, ശരീരം മുഴുവൻ ഉടവുചാല് പോലെ കീറിയിട്ടുണ്ട്. യേശുവോട് പറഞ്ഞില്ല, forgive them, they don't know what they're doing. കഥ പറഞ്ഞതിനർത്ഥം പറയാം, നിങ്ങൾക്ക് എന്നെ പിടിച്ച് ബന്ധിക്കുക, നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ തൂക്കാം, നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ മുറിവേൽപ്പിക്കാം, നിങ്ങളുടെ ശരീരത്തെ ദുർബലമാക്കാം, നിങ്ങൾ എനിക്ക് നഗ്നനാക്കാം, നിങ്ങൾക്ക് ആണി അടിക്കാം, നിങ്ങൾക്ക് ശൂലം കുത്താം, നിങ്ങൾക്ക് മുക്കിടം വെക്കാം, നിങ്ങൾക്ക് കണ്ണുകെട്ടി അടിക്കാം, നിങ്ങൾക്ക് തുപ്പാം, രോമം വലിച്ചു പറിക്കാം, നിങ്ങൾക്ക് ഈ ശരീരത്തോട് എന്തും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ട്രൂ ഐഡന്റിറ്റിയെ തൊടാൻ പറ്റത്തില്ല. യു cannot touch my true identity. The true identity, what is that? I and my Father, we are one. That is the true identity. You cannot touch my true identity, because the forgiveness is not a weakness. Forgiveness is the greatest act of power. And the fourth one I want to say, and I want to finish. What is the fourth one? Ego, control others, controlling others. It's a bad nature of human being, controlling others, not for the benefit of others, but for the security of themselves. നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമ്മുടെ അകത്തുള്ള ഭയം കാരണം, നമ്മുടെ അകത്തുള്ള ഗിൽറ്റ് കാരണം മറ്റ് ആളുകളുടെ മേലേക്ക് നമ്മൾ കൺട്രോളിലേക്ക് പോകുന്ന അനുഭവം എന്ന് പറയുന്നത് ആക്ച്വലി ഈഗോയുടെ ഭാഗമാണ്. ഫോർത്ത്, അതല്ലേ സംഭവിച്ചത്? നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്ന് പറഞ്ഞാൽ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനെ ഭരിക്കാൻ നിനക്ക് ആഗ്രഹം തോന്നും, പക്ഷെ ഭർത്താവ് നിന്നെ ഭരിക്കും. ഈ കൺട്രോളിങ് ഹസ്ബൻഡ്, കൺട്രോളിങ് വൈഫ് എന്ന് പറയുന്നത് ഈഗോയാണ്. The true child of God, the persons who are living with God, they will never control anybody. I want to tell you, brothers and sisters, do not control anybody. The religion is controlling people. Now today the church is controlling people. Pastors are controlling the believers, and the center pastors are controlling their local pastors, and the center main pastors are controlling all the district pastors. They're controlling others because they're thinking, if we are not controlling them,
നമ്മളവരെ കൺട്രോൾ ചെയ്തെങ്കിൽ അവർ തെറ്റിപ്പോകും, അവർക്ക് വലിയ കുഴപ്പമുണ്ടാകും, അവർ പരാജയപ്പെട്ടു പോകും. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. നമ്മൾ കൺട്രോൾ ചെയ്താലേ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുന്നെങ്കിൽ, ഇഫ് യു ആർ കൺട്രോളിങ് അതേഴ്സ്, യു ആർ ലീവിങ് ഇൻ ഈഗോ. യുവർ പ്രോബ്ലം ഇസ് ഈഗോയിക് പ്രോബ്ലം. നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിലല്ല ജീവിക്കുന്നത്, നിങ്ങൾ ഈഗോയിലാണ് ജീവിക്കുന്നത്. ഏറ്റവും വലിയ പിശാചെന്ന് പറഞ്ഞത് ഈഗോ. ഈ ബൈബിൾ വാക്യല്ലേ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ. ജീസസ് came to destroy the works of the devil. ഡെവിൾ എന്ന വാക്കിന്റെ പഴയ പൂർവകാലത്തെ ഗ്രീക്ക് പദത്തിന്റെ യഥാർത്ഥ അർത്ഥം ഈഗോ എന്നാണ്. ഡെവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒനിഡ ടിവിയിൽ വരുന്ന കൊമ്പുള്ള വാലിൽ ശൂലമുള്ള ഏതോ ഒരു അജ്ഞാത ജീവിയല്ല. ഡെവിൾ എന്ന് പറയുന്നത്, ഈവിൾ എന്ന് പറയുന്നത് ഈഗോയാണ്. ഈഗോയുടെ പ്രവൃത്തിയെ നശിപ്പിക്കാനാണ് ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. ആമേൻ. അപ്പം നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം മനുഷ്യർക്ക് കൊണ്ടുവന്ന 4 പ്രധാന കാര്യം. നമ്പർ 1, false identity. Number 2, self-preservation. Number 3, blame and shame, blaming and guilt and blame. Number 4, controlling others. This all, ഇതെല്ലാം is a part of ego. ഈഗോയുടെ പ്രൊഡക്ഷൻ ഇതൊക്കെ. ഈഗോ is the producer of suffering. Ego is the producer of breaking everything. എല്ലാറ്റിനെയും ഉടയ്ക്കുന്നത്, ഡിസ്ട്രോയ് ചെയ്യുന്നത് ഈഗോയാണ്. സോ ഈഗോ എപ്പോഴാണ് പ്രബലനാകുന്നത്? ഇഫ് യു ആർ എന്താ പറയുന്നത്, നിങ്ങൾ ഈ ഈഗോ പറയുന്ന ഈഗോയുടെ ചിന്തകൾക്ക് നിങ്ങൾ അവയർനെസ് കൊടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും, അത് ആക്ടിവേറ്റ് ആവും. നിങ്ങൾക്കറിയാമോ, ഈ ഒരു ലോ ഉള്ളത്, ഈ നമ്മളിപ്പോൾ ഒരു ആറ്റം ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ അറ്റൻഷൻ അവിടേക്ക് വന്നാൽ അത് സ്റ്റോപ്പ് ആകും. അതായത് ആ അറ്റത്തെ ഒരാൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയാൽ അന്നേരം നിൽക്കും. പക്ഷെ ഈഗോ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈഗോ ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനകത്ത് അറ്റൻഷൻ കൊടുത്താൽ അത് ആക്ടിവേറ്റ് ആകും, അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് ഫെയിൽ ആയിപ്പോകും. അപ്പം നമ്മൾ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്. നമ്മുടെ ഇന്നർ കോൺഷ്യസ്നസ്, നമ്മുടെ ട്രൂ ഐഡന്റിറ്റി. വാട്ട് ഈസ് എ ട്രൂ ഐഡന്റിറ്റി? ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ഒരുവൻ എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ദ ട്രൂ ഐ ആം ദാറ്റ് ഐ ആം, ദ ട്രൂ ഐ ആം. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി lives in me. That is my true identity. അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഈ ലോകത്തിൽ ഒരുത്തിനും കഴിയത്തില്ല. നിന്നെ തളർത്താം, നിന്റെ ശരീരത്തെ ഉടയ്ക്കാം, നിന്നെ ക്രൂശിക്കാം, നിന്റെ മുഖത്തെ രോമം വലിച്ചു പറിക്കാം. പക്ഷെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ട്രൂ റിയാലിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാൻ ലോകത്തിൽ ഒരാൾക്ക് കഴിയത്തില്ല. വളരെ ധൈര്യമായിട്ടിരിക്കുക, നശിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ആർ മോർ ദാൻ ബോഡി. നിങ്ങളൊരു ശരീരമല്ല. You are an eternal being created by the Father, Son and the Holy Ghost. You are created before the foundation of the world. Your inner man is seated with Christ in the heavenly places. So I want to tell you one thing, and I want to finish. Do not try to control anybody. If you are controlling anybody, you are under bondage. നമ്മുടെ ക്രൈസ്തവ സഭയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു പതിവ് ബന്ധനം അഴിക്കുക. ബന്ധനം അഴിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളുടെ ബന്ധനം അഴിച്ചാൽ 2 പേര് സ്വതന്ത്രമാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 100 പേര് സ്വതന്ത്രമാവും. കാരണം ഈ ഒരാൾ 100 പേരെ പിടിച്ച് ബന്ധിച്ചുകൊണ്ടിരിക്കുക. 100 പേരെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇയാളുടെ ബന്ധനം കഴിഞ്ഞാൽ അയാളുടെ ബാക്കി. അപ്പം നമ്മൾ ബന്ധിക്കപ്പെടുന്നത് ഒരിക്കലും സ്വയമായിട്ടല്ല, മറ്റൊരാളുടെ മേലെ കൺട്രോളാണ് നമ്മുടെ ബന്ധം. ഇഫ് യു ആർ കൺട്രോളിങ് അതേഴ്സ്, ദാറ്റ് വിൽ കോസ് യുവർ ഫ്രീഡം. Your freedom is based on control. If you are not controlling anybody, you are in freedom. If you are not controlling anyone, you are in freedom. Enjoy the freedom that Jesus has given to you. ദൈവപുത്രൻ നിനക്ക് തന്ന ആ സന്തോഷത്തെ, കർത്താവ് നിനക്ക് തന്ന ആ സ്വാതന്ത്ര്യത്തെ നീ എൻജോയ് ചെയ്യുക. Why you are not enjoying freedom? Because you are
controlling others. You're controlling your husband, controlling your wife, controlling your children, controlling your church, controlling your office, and controlling all of controlling others. If you are controlling, you are under bondage, sir. You are under bondage. You cannot enjoy the freedom of God. That's what the Bible says. Holy Spirit is not the spirit of control. Holy Spirit leads us, not control us. God will never control anybody because എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് കൺട്രോൾ വരാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ആൾക്കും ഫ്രീ വിൽ കൊടുത്തത്. ഫ്രീ വിൽ കൊടുത്തതിന്റെ കാരണം God did not want to control anybody. നിങ്ങൾക്കറിയാമോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കെല്ലാം ഫ്രീ വില്ലില്ല. അവർ കൃത്യമായിട്ട് അവരുടെ പാതയിലൂടെ ഒരു മില്ലിമീറ്റർ തെറ്റാതെ പോയിക്കൊണ്ടിരിക്കും. ഫ്രീ വില്ലില്ല. ഫ്രീ വില്ല് ഇല്ലാത്തതുകൊണ്ട് ആരും ഇന്നുവരെ അത് മാൽ ഫങ്ഷൻ ചെയ്തിട്ടില്ല. മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തതിന്റെ കാരണം ഗോഡ് ദൈവത്തിന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും താല്പര്യമില്ല. പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ സത്യത്തിൽ നടത്തുമെന്ന്. Lead us to the truth. Holy Ghost will never control anybody. Jesus and Father, they will not control anyone. Because somebody is controlling others and that person causes bondage. അദ്ദേഹത്തിന് അത് ബോണ്ടേജ് ആയിട്ട് മാറും. They cannot enjoy the freedom. So I just want to ask you, brothers and sisters, free from ego. അതാണ് ബൈബിളിലെ വാക്യം, ചേഞ്ച് യുവർ മൈൻഡ്. മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വീഡിയോലി മാറ്റുക, മൂക്കിപ്പൊടി മാറ്റുക, കടുകുടി മാറ്റുക, അതൊന്നുമല്ല മാനസാന്തരം. ചേഞ്ച് യുവർ മൈൻഡ്, the perception of your mind. Controlling your mind, change your mind. Change the mind that is controlled by ego. അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, have the mind of Jesus Christ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കും. Christ mind is not egoistic conscious mind. Christ mind is, ജീസസിന്റെ മൈൻഡ് എന്ന് പറയുന്നത് is a Christ consciousness. Enjoy freedom and free from ego and live a higher kind of life. Amen. പരിശുദ്ധ ദൈവം നിങ്ങളെ ഏവരെയും അതിന് ഒരുക്കട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൻ്റെ തുടർമാനമായ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ പോകാം. നമ്മുടെ ഫേസ്ബുക്ക് മെസ്സേജുകൾ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുകയും ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്, ഇതുവരെയും അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം. You just visit our YouTube channel too. So ഈ സന്ദേശം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിശ്ചയമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.